സാധാരണ ഒരു പ്രതിയെ കിട്ടിയാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പോലീസ് പെരുമാറുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി കിട്ടുന്നവരെ പല മർദ്ദന മുറകളും ഉണ്ടാവും. പക്ഷേ താരയുടെ കാര്യത്തിൽ അതൊന്നും വേണ്ടിവരില്ലായിരിക്കും. കാരണം താര ചെയ്ത കുറ്റം പകൽ പോലെ വ്യക്തമാണ്. അത് താരയ്ക്കും അറിയാം, എനിക്കും അറിയാം. ഒരിക്കൽ ഞാൻ കസ്റ്റഡിയിൽ എടുത്താണ് താരയെ. അന്ന് എനിക്ക് തെളിവുകളുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ സ്വാധീനം കൂടി ആയപ്പോ താൻ പുഷ്പം പോലെ വഴുതിപ്പോയി. ഇന്നിപ്പോ ഫ്രെഡിയുടെ കൊലപാതകത്തിന് പിന്നിൽ താനാണെന്നുറപ്പിക്കാൻ എന്റെ കയ്യിൽ 100 തെളിവുകളുണ്ട്. അത് മാത്രമല്ല, യാതൊരു ഉപാധികളുമില്ലാതെ എനിക്കിപ്പോ വേണമെങ്കിലും താരയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലേക്കാം. അതിന് താരയ്ക്ക് നരേന്ദ്രനുമായിട്ടുള്ള ബന്ധം മാത്രം മതി. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം അറിയണം. താര തന്നെ അത് പറയണം. എങ്ങനെയാ, എന്തിനാ ഫ്രെഡിയെ കൊന്നത്? ഫ്രെഡി എനിക്കറിയാം, നരേന്ദ്രനെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. പക്ഷെ ഞാനല്ല ഫ്രെഡിയുടെ മരണത്തിന് ഉത്തരവാദി. എനിക്കറിയില്ല അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ വേണ്ടി എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് നീ വീട് വിട്ടിറങ്ങി. തലേന്ന് രാത്രി തല ചായ്ക്കാൻ ഒരു ഷെൽട്ടർ തന്നത് നരേന്ദ്രനാണ്. കാവലിന് നരേന്ദ്രന്റെ വിശ്വസ്തൻ ഫ്രെഡിയും. അന്ന് രാത്രി ആരും മോഹിച്ചു പോകുന്ന തന്നോട് ഫ്രെഡിക്കൊരു താല്പര്യം തോന്നി. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികം. വഴങ്ങാത്ത തന്നോട് ഫ്രെഡി ഒരു ബലപരീക്ഷണത്തിനൊരുങ്ങി. ആ മൽപ്പിടുത്തത്തിനിടയിൽ എങ്ങനെയോ അവൻ കൊല്ലപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ നരേന്ദ്രൻ അവന്റെ ഡെഡ് ബോഡി തൊട്ടടുത്തുള്ള അഴുക്കുചാലിൽ കൊണ്ടെറിഞ്ഞു. അതല്ലേ സത്യത്തിൽ സംഭവിച്ചത്? അല്ല, ഒരിക്കലും അല്ല. അന്ന് രാത്രി ഞാൻ നരേന്ദ്രന്റെ സംരക്ഷണയിൽ കഴിഞ്ഞു എന്നുള്ളത് സത്യം. എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി ഫ്രെഡിയും ഉണ്ടായിരുന്നു. അന്ന് രാത്രി എന്നെ തിരക്കി റോണി അവിടെ വന്നിരുന്നു. റോണിയുടെ കയ്യിൽ പെടാതെ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഫ്രെഡി എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടത്. പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഫ്രെഡിയെ റോണി ചിലപ്പോ ഇറ്റ്സ് ജസ്റ്റ് എ സ്പെക്കുലേഷൻ, വെറും ഊഹം. സാഹചര്യങ്ങളും തെളിവുകളും വെച്ച് നോക്കുമ്പോ ഞാൻ പറഞ്ഞതാണ് സത്യം. സത്യം അതാകാനേ പാടുള്ളൂ. ഇനി താരയ്ക്ക് ഒന്നേ നിവൃത്തിയുള്ളൂ. സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ഒരു കീഴടങ്ങൽ, ശിഷ്ടകാലം, ജയിലിൽ സുഖജീവിതം. അല്ലാതെ മറ്റൊരു രക്ഷപ്പെടലിനുള്ള വഴിയും ഇനി ആലോചിക്കേണ്ട. സമയം ഞാൻ തരാം. ആലോചിച്ചൊരു തീരുമാനമെടുക്കും. എന്നിട്ട് ഇനിയും ഞാൻ വരും. വരുമ്പോ ഇതായിരിക്കില്ല എസ് ഐ ഇന്ദ്രപാലന്റെ രൂപവും ഭാവവും. അത്രയും മനസ്സിലാക്കിയാൽ കൊള്ളാം.